വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള പുട്ടുകൾ കഴിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ റാഗി പുട്ട് കഴിച്ചിട്ടുണ്ട്, ചെമ്പാവരി പുട്ട് കഴിച്ചിട്ടുണ്ട്, നോർമൽ നമ്മുടെ അരിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, അങ്ങനെ പലതരത്തിലുള്ള പുട്ടുകൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാൽപുട്ടാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും ഷോർട്സിലും റീൽസിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ട് കുറേ മുമ്പ്. അപ്പം ഞാനത് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോണ പാൽപുട്ടാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അതിന് പ്രത്യേകിച്ച് നമ്മൾക്ക് കറിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നല്ല അടിപൊളിയാണ്. കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുത്താൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ചെറിയ മധുരവും ഒരു ക്യാരറ്റിൻ്റെ കളറും, അങ്ങനെ നോർമൽ പുട്ട് ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോകും. നല്ല സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനലിലെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ദേ ഇവിടെ അര ഗ്ലാസ്സിനാണ് കേട്ടോ മെഷർമെൻ്റ് എടുത്തിട്ടുള്ളത്. അര ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് കഴുകി വൃത്തിയാക്കി ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പുട്ടിന് എന്തോരെയാണോ തേങ്ങാപ്പീര ആവശ്യമുള്ളത് അതിനനുസരിച്ച് തേങ്ങാപ്പീര എടുക്കുക. പിന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം ഇളം ചൂടുവെള്ളം, ഒരുപാട് തിളച്ച വെള്ളമല്ല, ഇളം ചൂടുവെള്ളം ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ നിങ്ങൾ എടുക്കുന്ന മെഷർമെൻറ്റിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തണം. അപ്പോൾ അതേ പുട്ടുപൊടിയിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമുക്ക് എന്തോരാണ് ആവശ്യമുള്ളതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ആ എടുത്തു വെച്ചിട്ടുള്ള ഇളം ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. എനിക്കിപ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിരിക്കും വെള്ളം വലിഞ്ഞു പോലെ. അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചേക്കുക. ഇപ്പോൾ കട്ട പിടിച്ചിരിക്കുന്നൊന്നും കാര്യമാക്കണ്ട. അത് നമ്മൾ മൂടി ഇളക്കിയെടുക്കുമ്പോഴത്തേനും ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ഇളക്കിയെടുക്കുമ്പോഴത്തേനും റെഡിയാകും. അപ്പോൾ ഇതെവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ കണ്ടോ, ഏകദേശം പുട്ടിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ വന്നിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് ഇളക്കുക. ഈ കട്ടയൊക്കെ ഒന്ന് ഉടയുന്ന രീതിയിൽ ഇളക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പീര ചേർത്ത് കൊടുത്ത് നമ്മൾ പാൽപ്പൊടിയും പഞ്ചസാരയും, ഈ പാൽപ്പൊടിയും പഞ്ചസാരയൊക്കെ നിങ്ങൾ എടുക്കുന്നതിൻ്റെ അളവനുസരിച്ച് മാറുക. കാരണം മധുരം കൂടുതൽ വേണ്ടവരുണ്ടാവാം, കുറവ് വേണ്ടവരുണ്ടാവാം. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ക്യാരറ്റും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റ് ആ ഒരു എന്നാ പറയുന്നത്, നല്ല സോഫ്റ്റ് ആയിട്ട് വരും. പുട്ടിൻ്റെ ആ ഒരു പരുവം കിട്ടും. നമ്മൾ ചൂടുവെള്ളത്തിൽ പുട്ടിന് കുഴയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് പുട്ടായിരിക്കും കേട്ടോ. കാരണം നമ്മൾ പച്ചവെള്ളത്തിൽ ഉപ്പിട്ട് അങ്ങനെയല്ലേ, നേരെ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഇത് കണ്ടോ, ഒന്നും ചെയ്യാതെ തന്നെ ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേന് ആ കട്ടയെല്ലാം ഉടഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം തന്നെ നല്ല കളർഫുൾ അല്ലേ. ഇനി പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് നോർമലായിട്ട് കഴിക്കാവുന്ന പുട്ടാണ്. അപ്പോൾ പുട്ട് കുറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് കുറ്റിയിലേക്ക് പുട്ട് നിറച്ചിട്ട് ഇത് വെച്ച് ആവി കയറ്റിയെടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഉണ്ടാകാം കേട്ടോ. ചിരട്ട പുട്ടിലോ അല്ലാതെ ഇപ്പം നമ്മൾ ഇഡലി ചെമ്പിലൊക്കെ ഗ്ലാസ്സിൽ വെച്ച് ആവി കയറ്റിയെടുക്കുന്ന പുട്ടുണ്ടല്ലോ, അങ്ങനെ വേണേലും ഏത് തരത്തിൽ വേണേലും നിങ്ങൾക്ക്, ഏത് ഷേപ്പിൽ വേണേലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നോർമൽ പുട്ടിനാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മേളിലും താഴെയും തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നോർമലായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനി ഇവിടെ ഇരുന്നൊന്ന് ആവി കയറി വരട്ടെ. നല്ലതായിട്ട് ആവി കയറി വരട്ടെ. ഒന്ന് ഇച്ചിരി കുറച്ച് നേരം ഒന്ന് ആവി നല്ലതായിട്ട് കയറിക്കോട്ടെ. കാരണം അത് നല്ല സോഫ്റ്റ് ആയി കിട്ടും. പിന്നെ പുട്ട് നമ്മളിങ്ങനെ കുത്തിയെടുക്കുമ്പോഴത്തേനും പൊടിഞ്ഞു പോകണ ഒരു പ്രശ്നമുണ്ട്. മിക്കവാറും ചിലർ ചെയ്യുമ്പോൾ അങ്ങനെ. എനിക്കിടയ്ക്ക് ആദ്യ സമയത്തൊക്കെ പുട്ട് ഞാൻ തനിയെ ഉണ്ടാക്കി തുടങ്ങിയ സമയത്തൊക്കെ വരുമായിരുന്നു. അപ്പം നമ്മൾ ആവി കയറി കഴിഞ്ഞിട്ട് ഈ കുറ്റിക്കകത്ത് തന്നെ ഒരു 3-4 മിനിറ്റ് അവിടെ പുട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ ചൂടോടുകൂടി കുത്തുമ്പോഴാണ് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നത്. അതേസമയം നമ്മൾ ആവി കയറി ഒരു 2-3 മാക്സിമം ഒരു 4 മിനിറ്റ് അതിനകത്തൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കുത്തിയെടുക്കുകയാണ് ഈ പൊടിഞ്ഞു പോണ വിഷയം അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ നല്ലതായിട്ട് പുട്ടിൽ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ കുത്താറുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി പാൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എത്ര പുട്ട് കഴിക്കാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അത്രയ്ക്ക് അടിപൊളിയാണ്. കുഞ്ഞുമക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് ട്രൈ ആണ്.